ടിനി ടോം എല്ലാവർക്കും സുപരിചിതനായൊരു സിനി ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റ്, പിന്നെ സിനിമാ നടൻ. അങ്ങനെ ഉള്ളൊരു പ്രശസ്തനേക്കാൾ കൂടുതൽ പുള്ളി എല്ലാ സമയവും എയറിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എയർ ടോം എന്നൊരു പേരുണ്ട്. കാരണം സിനിമയിലും മിമിക്രിയിലും ഉണ്ടായതിനേക്കാൾ കൂടുതൽ പ്രശസ്തി അദ്ദേഹം എന്തെങ്കിലും പൊട്ടത്തരം പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി കാണിക്കും. അതിനുശേഷം അയാൾ എയറിലായി, അതിൽ ഭയങ്കര വൈറലായി, ട്രോളുകളൊക്കെ കൂടിയാണ് അധികം പ്രശസ്തനായത്. ഈ ഇടയ്ക്കാണ് ഈ അമ്മയിലെ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മുടെ ദൃശ്യം ഫെയിമായ ഒപ്പം ബിഗ് ബോസ് താരവുമായ അൻസിബ ഹസൻ റിപ്പോർട്ടർ ചാനലിന് കൊടുത്തൊരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞെട്ടിയിരിക്കുകയാണ്. അതായത് സിനിമാ ലോകം ഞെട്ടിയിരിക്കുകയാണ്. അമ്മയെ കുറിച്ചുള്ള അമ്മ എന്നുള്ള ആ സംഘടനയിലെ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് അൻസിബ ഹസൻ റിപ്പോർട്ടിനോട് മനസ്സ് തുറന്നത്. അപ്പോൾ എന്തായാലും ആ വാർത്ത കേൾക്കാം. ടിനി ടോമിനെതിരെയുള്ള വാർത്തകളും കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ആ ന്യൂസ് ഒന്ന് നമുക്ക് കേൾക്കാം. ഈ ടിനി ടോം ഇങ്ങനെ ഒരു ആരോപണം പരസ്യമായി ഉന്നയിച്ചുവോ? പറഞ്ഞു. നമ്മുടെ പല മെമ്പേഴ്സിന്റെ ഇടയിലും ഇരുന്ന് പറഞ്ഞു. അത് കേട്ടു എന്ന് എന്നോട് വന്ന് പറഞ്ഞത് നീന കുറുപ്പ് ചേച്ചിയാണ്. ഇതേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി അൻസിബയോട് പറഞ്ഞു ടിനി ടോം ഇങ്ങനെ പലരോടും സംസാരിക്കുന്നുണ്ട് എന്ന്. അതെ, നീന കുറുപ്പ് ചേച്ചി ഒഫീഷ്യലി അമ്മയിലേക്ക് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതിയും അയച്ചിട്ടുണ്ട്. ടിനി ടോമിനോട് ഇക്കാര്യം ചോദിച്ചുവോ? ഞാൻ പോയിട്ടില്ല. എങ്ങനെ ചോദിക്കാൻ തോന്നും ഒരാൾക്ക്? നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടോണ്ടിരിക്കുന്ന ഒരാള് വ്യക്തിവൈരാഗ്യം കാരണം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ മറ്റു പലരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നീന കുറുപ്പേച്ചിയാണ് എന്നോട് ഇത് വന്ന് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു പറയാൻ അയാൾക്ക് എങ്ങനെ തോന്നി എന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എന്റെ പേര് അൻസിബ ഹസൻ ഉള്ളത് കൊണ്ട് മാത്രമല്ല അങ്ങനെ പറയണത്. എന്താണ് ടിനി ടോമിന് അൻസിബയോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്ന എന്തെങ്കിലും സാഹചര്യം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏറ്റവും വലിയ കോമഡി, ആ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് പല കാര്യങ്ങൾക്കും എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഞാൻ എപ്പോഴും അഭിപ്രായം പറയുന്ന ആളാണ്. അപ്പൊ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായം അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. എനിക്കത് ശരിയെന്ന് തോന്നുന്നത് ഞാൻ അംഗീകരിക്കാം. ഇതാണ് മെയിനായിട്ട് പുള്ളിനെ കുറിച്ചുള്ള ആരോപണം. എന്തോ മതം മാറ്റാൻ, മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിച്ചു, പിന്നെ നീന കുറുപ്പിനെതിരെ കൈയോങ്ങിക്കൊണ്ട് ചെന്നു, വേണ്ടാത്ത രീതിയിലൊക്കെ വർത്താനം പറഞ്ഞു. പക്ഷേ മുൻ അനുഭവങ്ങൾ വെച്ച് പുള്ളിക്ക് പെട്ടെന്ന് ഈ പ്രൊവോക്കാവും. സാധാരണ രീതിയിൽ പുള്ളി ഇന്നാൾ നമുക്ക് മുമ്പും പുള്ളിയുടെ ഇത് കണ്ടിട്ടുള്ളതാണ്. അത് ഗെറ്റ് റോസ്റ്റ് വിത്ത് ഗായത്രി. അന്ന് ബോഡി ഷേമിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു ചാനൽ യൂട്യൂബർ ഇങ്ങനെ പ്രതികരിക്കുന്ന ആദ്യമായിട്ടാണ് തോന്നുന്നത്. എൻ്റെ അറിവിൽ അതങ്ങനെ ബോഡി ഷേം കോമഡി ഷോകളെ കുറിച്ച് അത് എന്നെ പ്രതികരിച്ചതിനെ തുടർന്ന് പുള്ളിക്കാരൻ ഇത് കണ്ടിട്ട് മറ്റു കോമഡി താരങ്ങളൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ടിനി ടോം അത് കണ്ടിട്ട് സഹിക്കാതെ കയറി വിളിച്ച് അത് വളരെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ, നിങ്ങൾ തന്നെ മറ്റു ചാനലിൽ വേറെ കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങിക്കൂടെ, എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അധികാരം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുന്ന പോലെയാണ് പുള്ളി ചെയ്തത്. അപ്പോൾ പുള്ളിക്ക് നമ്മൾ മുന്നേ കണ്ടാണ് പുള്ളിയുടെ സ്വഭാവം അങ്ങനെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ഇവർ ഈ ഉന്നയിച്ച ആരോപണങ്ങളിൽ അധികവും കള്ളത്തരം ഇല്ലാന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അല്ല, പുള്ളിയുടെ മുൻ അനുഭവം ഉണ്ട്. ആ യൂട്യൂബറെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ തന്നെ ഈ ചാനലിൻ്റെ ഒരു ദേഷ്യപ്പെട്ട് പുള്ളിക്ക് പ്രൊവോക്ക് ചെയ്യണ പോലെയാണ് പുള്ളി ചെയ്തത്. എന്നിട്ട് ആ കൊച്ചെന്നെ വിളിച്ച് മാപ്പ് പറഞ്ഞു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നേരം തൊട്ടാണ് പുള്ളീനെ അധികം ആൾക്കാരിട്ട് ട്രോളാനും ഈ എയർ ടോം എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പിന്നെ സ്വന്തം മിമിക്രിയുടെ അറിയാലോ, ഒരേ ശബ്ദത്തിൽ അനുകരിച്ചു എന്നുള്ളത്. ഈ ഇടയ്ക്ക് വന്ന് എമ്പുരാൻ്റെ ഒരു ട്യൂണിട്ട് അതും ഭയങ്കര ട്രോളി ആൾക്കാർ കൊണ്ടു. പിന്നെ അതിനിടയിൽ മുമ്പ് തന്നെ പ്രേം നസീറിനെ കുറിച്ച് പറഞ്ഞു, ദരിദ്രനായിട്ടൊക്കെയാണ് മരിച്ചതെന്നും പറഞ്ഞു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു. അതിനൊരു പുള്ളി 1.5 മാസമായിട്ട് അതിൻ്റെ ഉള്ളിൽ എയറിലാറും. അങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പുള്ളി സിനിമയിലും ഇപ്പോൾ മിമിക്രിനേക്കാളും ഫേമസ് ആണ്. പുള്ളി എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞ് ആൾക്കാർ ട്രോളിയാണ്. പുള്ളി ഇപ്പോൾ ശരിക്കും അങ്ങനെയാണ്, പുള്ളി ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. സംസാരിക്കുന്ന രീതി തന്നെ അറിയാം, തനിക്കെല്ലാ രീതിയിലുള്ള അറിയാവുന്നുള്ള രീതിയിലാണ് പുള്ളി നിർന്ന് സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ നീനാക്കുറുപ്പിനെതിരെ കൈയടിക്കുമോ ചിലപ്പോൾ അങ്ങനെ ചെന്ന് കാണും. പുള്ളിയുടെ സ്വഭാവം അങ്ങനെ നമുക്കത് മുന്നേ മനസ്സിലാവും. പിന്നെ അതുപോലെ കമൻ്റ് ഇട്ട് ഇനിയും കൂടുതൽ ചിരിക്കണമായിരിക്കും എന്ന് എന്തൊരു കമൻ്റ് ഇട്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് വേറെ തെറിയോ വീട്ടുകാരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് പുള്ളി ആ നമ്പർ കൊടുത്തോ, നിൻ്റെ മോന്തൊക്കെ അടിക്കും, നീ എൻ്റെ കൈമുമ്പിൽ വയ്ക്കടാ, അതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് അത്ര പ്രൊവോക്കഡ് ആയിട്ടുള്ളൊരു ആവണ ഒരു മനുഷ്യനാണ്.
അപ്പം ഇവർ പറഞ്ഞതിലും അത് കഴമ്പില്ല. ഒരു മതപ്രവർത്തനത്തിന് വേണ്ടി പുള്ളിയുടെ വായി തോന്നിയതൊക്കെ പുള്ളി പറയുള്ളൂ. അതും അൻസിബ ആയാലും നീനാക്കുറുപ്പായാലും അവർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് അവർ നുണ പറയാനായിട്ട് തോന്നണില്ല. കാരണം അത് നമുക്ക് മനസ്സിലാവും. ഇതിന് മുമ്പുള്ള ഇപ്പോൾ പറഞ്ഞ സാധാരണക്കാരൻ്റെ യൂട്യൂബർ ആയാലും ഒരു കമൻറ്റ് ആളായാലും ഈ കമൻറ്റ് ആളിൽ ഇത് വേറെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഗിറ്റാർ പിടിച്ചുകൊണ്ടിരിക്കണേ ഈ കോമഡിക്ക് ഞങ്ങൾ ചിരിക്കണമായിരിക്കും. അപ്പോൾ പുള്ളിക്കാണെങ്കിൽ അത് എന്തെങ്കിലും മറുപടി പറയാൻ അല്ലെങ്കിൽ മൈൻഡ് ചെയ്താൽ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പോകാനുള്ളൂ. പക്ഷേ പുള്ളി വിളിച്ച് രീതി ഭീഷണിപ്പെടുത്താൻ ഇപ്പോഴും കിടന്ന് നമ്മുടെ യൂട്യൂബിൽ കാണാം ഓഡിയോ കോളൊക്കെ. ആയിരുന്നാൽ പോലും അദ്ദേഹം വളരെ ഈ ആരോപണങ്ങൾ കഴമ്പില്ലാന്ന് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു മൈൻഡ് അത്ര നല്ലതല്ല. എന്നാൽ തന്നെ പുള്ളിയുടെ അത്ര സ്വഭാവവും അങ്ങനെ അത്ര നല്ലതല്ല. എൻ്റെ മോൻ്റെ കാര്യം അറിയാമല്ലോ. തൻ്റെ മോനെന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിച്ചുകൊണ്ട് വരുന്ന മാതാപിതാക്കളുണ്ട്. അതുപോലെ പുള്ളി ന്യായീകരിച്ചാണ് ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ആ കഞ്ചാവ് കേസ് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ സർട്ടിഫിക്കറ്റൊക്കെ സ്റ്റോർ ആക്കി ഇട്ടേക്കും. ഈ സർട്ടിഫിക്കറ്റ് സ്റ്റോർ ആയിട്ട് തന്നെ പുള്ളി എന്താ കാണിച്ച ഉദ്ദേശത്തിനാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ട്രോഫികളൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ അവൻ ജീവിതകാലം മുഴുവൻ നല്ലവനാണ്, ഡീസൻ്റ് ആണെന്നുള്ള ഒരു വിചാരമാണ് പുള്ളിക്കുള്ളത്. മോനൊന്നും തെറ്റ് ചെയ്യില്ല എന്നുള്ളത്. അത് ഏറ്റവും വലിയ പൊട്ടത്തരം. ഈ മോൻ്റെ ഇടയ്ക്ക് എങ്ങാണ്ട് ഒരു വീഡിയോ ഇപ്പോൾ എങ്ങാണ്ട് സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പനെ പോലെ മോനും ഇപ്പോൾ എയറിലാവാൻ വരുന്നുണ്ട്. അപ്പം അപ്പൻ ഒറ്റയ്ക്ക് വിടാൻ ഉദ്ദേശമില്ല, എയറിൽ കൂടെ മോനും വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കണ്ടത്. ഏതോ ഒരുത്തനെ വിളിച്ച് അയൽവാസി കയറി തെറി വിളിക്കണം, പച്ച തെറി വിളിക്കണൊക്കെ ഉണ്ട്. അതിപ്പോൾ അയാൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പം പോണ എയറിൽ തന്നെയാണ് ഇപ്പോൾ മോനും പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ അടുത്ത് പോകണ്ടേ, അതിൻ്റെ കൊണ്ടായിരിക്കാം അങ്ങനെ പോയെന്ന്. മോൻ്റെ കാര്യത്തിലും എനിക്ക് അങ്ങനെ ഡൗട്ടുണ്ട്. ആ ഒരു സംസാര ശൈലി, ആ പ്രവൃത്തി രീതി അപ്പനെ പോലെ തന്നെ കള്ളത്തരമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ആരോപണമൊക്കെ സ്ത്രീകൾക്കെതിരെ ആരോപണിച്ച് കൈ വാങ്ങാൻ ചെന്ന രീതി ഇപ്പം അമ്മ ആദ്യത്തെ ഒരു പ്രസിഡൻ്റാണ് ശ്വേതാമേനോൻ. ഇപ്പം ആ ശ്വേതാമേനോൻ പിന്നെയും അൻസിബ ഹസൻ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്നാ ഈ പണ്ട് ശ്വേതാമേനോൻ അധികാരത്തിലെത്തിയപ്പോൾ പിന്നെ അതിജീവിതയോടൊപ്പം ഉണ്ടായിരുന്നു പറഞ്ഞു. ഇതുവരെയായിട്ടും അതിൻ്റെ ഒരു അപ്ഡേറ്റും കണ്ടില്ല. അതായത് സംസാരിക്കുന്ന ഒരുമിച്ചൊരു അല്ല എന്തെങ്കിലും സംസാരിച്ചെന്നോ ഒരു വിവരവും ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയൊക്കെയാണ്. ഇപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഒന്നാമത് തന്നെ ഒരു കുലസ്ത്രീയാണ് നമ്മുടെ പ്രിയങ്ക. പുരുഷ കമ്മീഷൻ്റെ പുരുഷന്മാർക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ വരുന്ന പ്രിയങ്ക മേനോൻ, സിനിമ നടി. അതേപോലെ തന്നെ ഇപ്പോൾ വേറെ ലക്ഷ്മിപ്രിയൻ ന്യായീകരിച്ച് വരുന്നുണ്ട് പുള്ളീനെ. അപ്പോൾ പുള്ളിക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കുറേ ആളുകളുണ്ട്. പുള്ളിക്കും അധികാരം കൈവശമുണ്ട്. പുള്ളി ഉന്നയം കണ്ടു പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അധികാരമില്ല, അമ്മയുടെ ഇതില്ല. പക്ഷേ ഇപ്പോൾ വലിയ നടന്മാരൊക്കെ ഒഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുള്ളി ഫുള്ള് അധികാരമൊക്കെ എടുത്ത പോലെയാണ് പുള്ളി പറഞ്ഞത്. പിന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന് അതിൽ ഞാൻ ഇപ്പോഴും മുന്നേ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുന്നത്. പുള്ളി അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, പറയാനും സാധ്യതയുണ്ട്. പുള്ളിയുടെ നാവിനൊരു നിയന്ത്രണവും ഇല്ലാത്തതാണ്. നമ്മൾ ആ അനുഭവം കണ്ടാണ്. ഒരു ഗോഡ്സേവിനെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഗെറ്റ് പോസ്റ്റ് വിത്ത് ഗായത്രി എന്ന് പറഞ്ഞ യൂട്യൂബറെ പുള്ളി വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പോയാണ് സംസാരിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഇങ്ങനെയുള്ള ആൾക്കാരെ പുറത്താക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. സ്ത്രീ സുരക്ഷയാണ് മെയിനായിട്ട് ആരോപണം ഉന്നയിച്ചിരുന്നത്. അതിന് നീനാക്കുറുപ്പിനെ ആക്രമിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അതിനെതിരെ ശ്വേതാമേനോൻ നടപടി എടുക്കേണ്ടതാണ്. ഇവിടെ ആക്രമിക്കുന്ന പുരുഷനായ സ്ത്രീ ആണെങ്കിൽ അക്രമകാരിയായിട്ടുള്ളൊരു വ്യക്തി നമ്മുടെ ഇടയിൽ ആക്രമിക്കുമെന്ന് തോന്നിയാൽ നമ്മൾ വലിയ സംഘടന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് കാര്യം പറഞ്ഞാൽ നമ്മൾ ആക്രമിക്കും. നമ്മൾ വേണ്ടതിനും പറയുന്ന വ്യക്തികളെ നമ്മൾ കൂടെ കൂട്ടാതിരിക്കുക. അത് തന്നെ ശ്വേതാമേനോനും ചെയ്യണമായിരുന്നു. അത് ശ്വേതാമേനോൻ ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ തന്നെയാണ് ഇനി പുള്ളി ഒരു എയറിൽ താമസിക്കാനുള്ളൊരു സാധ്യത മിക്കതും കാണുന്നുണ്ട്. പായും കടക്കായിട്ട് പേരിലായിരിക്കും മിക്കപ്പോഴും ഇടുന്നതെന്ന് കൂടിപ്പോയി. നീനാക്കുറുപ്പിൻ്റെ കേസൊക്കെ വന്നാൽ പുള്ളി ഒരു ജയിലിൽ കിടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും രക്ഷപ്പെടുത്താൻ ആളുണ്ട്. പുള്ളിക്ക് അമ്മയിലാണെങ്കിലും പുറത്താണെങ്കിലും അതുകൊണ്ട് രാഹുൽ ഈശ്വർ പൊങ്ങി വരും. ഇപ്പോൾ പുള്ളിനെ മനസ്സാക്ഷിയിലേക്ക് ഒന്നും കാണാനില്ല. ഇപ്പോൾ ചാടി ഇറങ്ങി പുള്ളി ഇപ്പോൾ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് വളരെ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അൻസിബയ്ക്കുള്ളത്. തീർച്ചയായിട്ടും അൻസിബയ്ക്ക് ഇനി ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നിരുന്നാൽ പോലും ഇനി കൂടുതൽ സത്യങ്ങളുണ്ടെങ്കിൽ വെളിപ്പെടട്ടെ. മുമ്പ് പറഞ്ഞതിൽ എനിക്ക് ഈ നീനാക്കുറുപ്പായാലും അൻസിബ പറഞ്ഞവനായാലും എനിക്ക് അവരുടെ കള്ളാണെന്ന് പറയാൻ സാധിക്കില്ല. അത് എനിക്ക് മനസ്സിലായി. മറ്റേ 2 യൂട്യൂബേഴ്സും പുള്ളിയുടെ
മുൻ വോയിസും പുള്ളിയുടെ രീതിയിലുള്ള സ്വഭാവവും ആദ്യം പിന്നെ ആ ഒരു സ്വഭാവങ്ങളുടെ രീതിയിലുള്ള പറയാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കോമഡി വിത്ത് സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞൊരു കോമഡി ഷോ അറിയാലോ. അതിനകത്ത് പുള്ളി ഒരു ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി ഒരു പ്രത്യേക രീതിയിൽ ഈ ടിനി ടോമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ടിനി ടോം എന്ന് പറഞ്ഞ കോമഡിയിലുള്ള ആർട്ടിസ്റ്റുകൾ പറഞ്ഞപ്പോൾ എങ്ങാണ്ട് തന്നെ എന്തോ ഒരു കോമഡി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവിന് ഭയങ്കര സംശയമാണ്. ഇവർ നമ്പർ എടുത്ത് ഈ രീതിയിലൊക്കെയാണെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സംശയിക്കണതെന്ന് ചോദിച്ചപ്പോൾ ഒരു തമാശ രീതിയിൽ കോമഡി ആയിട്ട് പുള്ളിയുടെ രീതിയിൽ വെച്ച് നിങ്ങൾ ഭാര്യയുടെ നമ്പർ വരുമെന്ന് ചോദിച്ചാൽ ആ കോമഡി ഇപ്പോഴും കിടക്കണ്ടായിരിക്കും. അന്നേരം പുള്ളി ഇങ്ങോട്ട് അതെന്തിനാ അതൊക്കെ പറഞ്ഞ് പുള്ളി പെട്ടെന്ന് മുഖം വാങ്ങുന്നുണ്ട്. അത് പുള്ളി അഭിനയിച്ചല്ലാന്ന് പെട്ടെന്ന് പ്രൊവോക്ക് ആയതാണെന്ന് കണ്ടാൽ അറിയാം. അത് വീഡിയോ എടുത്ത് നിങ്ങൾ പോയി കണ്ടാൽ കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾഡ് വീഡിയോസ് അവിടെ ചിലപ്പോൾ കാണുമായിരിക്കും. അത് കണ്ടാണ് അതേ രീതിയിൽ തന്നെയാണ് ഒരു സംഭവം ഉണ്ട്. അന്ന് ഇപ്പോൾ സെക്സ് ജോക്ക് റേപ്പ് ജോക്കിനെ കുറിച്ച് പറയാം. ആ ഒരു സംഭവത്തിലും കോമഡിക്കകത്ത് ഇതിനകത്ത് വരുന്നുണ്ട്. പുള്ളി ഭാര്യയുടെ നമ്പർ വെച്ച് ഭയങ്കര പ്രൊവോക്കായിട്ടുണ്ട്. ഇതേ ഒരു രീതിയിൽ പാഷാണ് ഷാജിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നുണ്ട്. ഞാനൊരു പോലീസുകാരനാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയെ കൊണ്ട് ലോഡ്ജിൽ കൊണ്ട് സേഫ്റ്റി ആക്കിയപ്പോൾ ഇങ്ങനെ ഒറ്റ ബലാത്സംഗമൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പൊട്ടി കിടന്ന് ചിരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് ഇയാളെ അടിപ്പിക്കാൻ കൊള്ളാത്തൊരു ആളുകളാണ്. എന്നിരുന്നാൽ പോലും ഈ തീർച്ചയായിട്ടും ഇങ്ങനെ ഇദ്ദേഹത്തെ തന്നെ കഴിവതും ഒഴിവാക്കുക. അത് മെയിനായിട്ട് പറയുന്നത് വിലക്ക് ഏർപ്പെടുത്തുക, അമ്മയിൽ നിന്ന് ഒഴിവാക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. ഇനി തലപ്പത്ത് നട്ടലുള്ള ആണായാലും പെണ്ണായാലും പ്രസിഡൻ്റ് ആയിരുന്നാൽ പോലും നട്ടലുള്ള ഒരാളെ തന്നെ അവിടെ നിന്ന് നിർത്താൻ നോക്കുക. സിനിമയിൽ മാസ് ഡയലോഗ് കഴിഞ്ഞ പോലെ അത് റിയൽ ലൈഫിൽ ചെയ്യണം, പ്രത്യേകിച്ച് സിനിമാ സംഘടനയെ പോലുള്ളത്.